നമ്മൾ ദൗത്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ പറഞ്ഞ ശേഷം നമുക്ക് അടുത്ത മേഖലകളിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ ദൗത്യം ഒന്ന് ലോകത്തോടുള്ള ദൗത്യമാണ്, പാപികളോട് സുവിശേഷം പറയുക. അടുത്തത് ആളുകളെ രൂപാന്തരപ്പെടുത്തുക. ഈ ആളുകളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മളെപ്പോഴും അറിയില്ല. ലീഡേഴ്സായിട്ടുള്ള ആളുകളാണ് നിങ്ങളെൻ്റെ കേൾക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ച് തീരൂ. നമ്മളൊരു ഗ്രേഷ്യസ് ആയിട്ടുള്ള, കൃപയുള്ള ഒരു വ്യക്തികളായിട്ട് നമ്മൾ പരിവർത്തനപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കർത്താവിൻ്റെ കൃപയിൽ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കൃപയോടും കരുണയോടും അതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിൻ്റെ ആ ഒരു നിർബന്ധത്തിലും ആളുകളോട് ഇടപെടാനായിട്ട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ആ മേഖലയിലൊക്കെ വളരണം. നിങ്ങൾ വളർന്ന് തീർന്നിട്ടല്ല ചെയ്യേണ്ടത്, എന്നാൽ നമ്മളതിൽ വളരുന്ന ആളുകളായിരിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ദൈവവചന വായനയും പ്രാർത്ഥനയും ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ സമയം ചിലവഴിക്കുന്ന മുഴുവൻ ഇതിനകത്താണ്, ലിഷർ ടൈം കിട്ടുന്ന മുഴുവൻ ഇതിനകത്താണ് ചിലവഴിക്കുന്നത്? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആത്മീയ പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ദൈവവചനത്തിലെ ഏത് പുസ്തകമാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ. അപ്പം നമുക്ക് ജീവിതത്തിൽ പരിവർത്തനമില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ജോയ്സാറും പറഞ്ഞതുപോലെ നമുക്ക് തലയിലെ അല്പം വർദ്ധിപ്പിക്കാമെന്നല്ലാണ്ട് നമുക്ക് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ ഇങ്ങോട്ട് തരികയാണ് കർത്താവ്, സുവിശേഷം പറഞ്ഞ ഒരാളെ ഇങ്ങോട്ട് തരികയാണ്. അയാളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ള വലിയ പ്രക്രിയയാണ് ദൈവം നമ്മളിൽ നൽകുന്നത്. അത് വളരെ കാലങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് പൗലോസ് പോലും അധ്വാനിച്ച് മടുത്തു പോയാലാണ് കൊലോസിലാണ് വായിക്കുന്നില്ല. പോരാടി അധ്വാനിക്കുന്നവരെ വേർത്ത് കുളിച്ച് നിൽക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ സഭയിലെ വിശ്വാസികൾ വളരാത്തതിന് കാരണം ആരാ? വേറെ സഭക്കാരാണോ? നമ്മൾ തന്നെ അല്ലേ? അവർ വേറെ ആരെ കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് പ്രായോഗികമായിട്ട് ചെയ്യണമെങ്കിൽ കൃപാവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലർക്കും പല കൃപാവരങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ പൂൾ ചെയ്യുമ്പോൾ മാത്രമേ, ഒരുമിച്ച് വയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് അല്ലേ ആ ആളുകളെ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൃപാവരം എന്താണ്? സുവിശേഷം പറഞ്ഞ ആളുകളെ നേടുക എന്നുള്ളതാണ്. വളർത്താനായിട്ട് അപ്പസ്തോലന്മാരെ വിളിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് പല കൃപാവരങ്ങൾ ദൈവം വിഭജിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കൃപാവരവും കൂടെ ഒരുമിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ വലിയ ദൗത്യം ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കൃപാവരങ്ങളുടെ മൊത്തത്തിലുള്ള ഉപയോഗവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് ബൈബിൾ പഠിക്കാനായിട്ട് ക്യാമ്പുകൾ ഒരുമിച്ച് നമ്മൾ ചേരുന്നതും ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് വരുന്നതെല്ലാം നമുക്ക് അങ്ങനെയുള്ള ഗുണം കിട്ടും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ മേഖലയിലുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അപ്പോൾ ഈ സഭകളിലെ പ്രവർത്തനത്തിൽ പൗലോസ് സുവിശേഷ പ്രവർത്തനം എന്ന് വിളിച്ചിട്ടുള്ള മറ്റു മേഖലകളുണ്ടെന്ന് പറഞ്ഞാൽ അതേതാന്ന് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് ഒന്ന് രണ്ട് സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ സുവിശേഷം സുവിശേഷം പഠിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്കത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1 കൊരിന്ത്യർ, അതായത് ഈ പൗലോസ് ഈ സഭയിലുള്ള പ്രവർത്തനത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് വിളിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ വേറെ ഏതെങ്കിലും കാണാമോ ഉണ്ടോ എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 9:16 മുതൽ 18 വരെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ പലപ്പോഴും വായിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യർ 9:16 മുതൽ 18 വരെ. ഇത് ഏത് വിശേഷത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞ് നമുക്കറിയാതാണ്? പൗലോസ് ഏത് വിശേഷ പ്രവർത്തനത്തെക്കുറിച്ചാണ്? ഐ മേ പ്രസൻറ്റ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് വിത്തൗട്ട് ചാർജ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഞാൻ പണം മേടിക്കാതെ സുവിശേഷ പ്രവർത്തനം നടത്തുന്നതെന്നാണ്. ഇതേത് വിശേഷ പ്രവർത്തനത്തെ പറയുന്നത്? നമ്മൾ സാധാരണ പ്രസംഗിച്ചിട്ടുള്ള എന്താണ് പൗലോസ്? നമ്മളീ പറയുന്ന പോലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം അല്ലേ? അതല്ലിത്. സുവിശേഷം പ്രസംഗിച്ചാലും പൈസ വരുമോ? ഞാൻ പറയാം, ഞാൻ കൊരിന്ത് എന്നുള്ള പട്ടണത്തിൽ പോവുകയാണ്. ഞാൻ അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പൈസ തരണമെന്ന്. നടക്കുമോ? അപ്പം ഇനി ഏതായി ഫ്രീ ഓഫ് ചാർജ്?
കൊരിന്തിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? അങ്ങനെ ബൈബിള് നിങ്ങൾ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയാതെ, അത് മനസ്സിൽ വെച്ചൊന്ന് വായിച്ചു നോക്കിയാതെ അതാണോ എന്ന്. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെ ഞാൻ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയാണ്, ഞാൻ ട്രാക്ടർ കൊടുക്കണം, അതിൽ പൈസ തരുമോ? തരില്ല. സുവിശേഷ പ്രവർത്തനം എല്ലായിടത്തും ഫ്രീ ആണ്, ആരും പൈസ തരില്ല. അടി തരാണ്ടിരുന്നാല് ഭാഗ്യം, അല്ലേ? അത് ഭാഗ്യം, അതേ ഉള്ളൂ. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ ഗൗരവമായിട്ട് പഠിക്കുന്ന ആളുകളായിട്ട് തെറ്റിദ്ധാരണകൾ മാറ്റി ബൈബിൾ പഠിക്കണം. 2 കൊരിന്ത്യർ ഒന്ന് വായിച്ചു നോക്കിയേ. 2 കൊരിന്ത്യർ 11:7 ഒന്ന് വായിച്ചു നോക്കിയേ. കൊരിന്തിലെ ആളുകളെ വളർത്താൻ വേണ്ടി ഞാൻ ചെയ്തതെന്നാണ്. ഒന്നും 5 പൈസ മേടിക്കാതെ ഞാൻ നിങ്ങളുടെ കിടന്ന് രാപ്പകൽ അധ്വാനിക്കാം. എന്താ സാറിന് ചോദിച്ചെന്താ ചോദിച്ചേ? അതല്ല, അതിനകത്തെ ഏരിയയിലുള്ള നിങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. ആ ഏരിയയിലെ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയല്ല. പൗലോസ് അവിടെ ചെയ്യുന്ന മുഴുവൻ അവരുടെ ഇടയിൽ അധ്വാനിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പസ്തോലനോട് ചിലവഴിക്കുന്ന 1.5 വർഷം പുറത്ത് പോയില്ലെന്നല്ല, പുറത്ത് സുവിശേഷം പറയാനായിട്ട് പോയിരിക്കും കുറച്ചൊക്കെ. എന്നാൽ ഈ കിട്ടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നനിബിഡമായ ആളുകളെ ഇവരെ കറക്റ്റ് ചെയ്തിട്ടില്ല പുറത്ത് ആളെ പിടിക്കാൻ പോകുന്നത്. ഈ കിട്ടിയ മീനെ പ്രോസസ്സ് ചെയ്യണ്ടേ? ഇത് ഇവരെ എന്നിട്ട് തന്നെ ഇവരാണ് അടുത്ത ആളെ പറയേണ്ടത്. അങ്ങനെയാണല്ലോ. തെസ്സലോനിക്കരല്ലേ അഖായ പ്രദേശം, മക്കദോന്യ അക്കാദയ പ്രദേശങ്ങൾ ഞങ്ങളിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളാൽ സുവിശേഷം മുഴങ്ങിച്ചതെന്നാണ്. ഈ കിട്ടിയ ആളുകളെ ശരിയാക്കി അവരെ ശിഷ്യപ്പെടുത്തിയിട്ട് പൗലോസിന്റെ പരിപാടി അങ്ങനെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൗലോസ് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ മുഴുവൻ പൗലോസ് സുവിശേഷം പറയാന്നുള്ളതല്ല. അവിടെ ഒരു സഭയുണ്ടാക്കി കുറച്ച് ആളുകളെ കിട്ടി അവരെ വളർത്തി അവരെ പ്രാപ്തരാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അതാണ് മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ബാക്കി പ്രവർത്തനം അവരില്ല, ആ സഭയില്ല അവിടെ, അത് ഉത്തരവാദിത്തമാണ്. അപ്പം അവരുടെയുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരി, അങ്ങനെയാണ് താഴോട്ട് വന്ന് നോക്കിയേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ രസകരമായിട്ടുള്ള, നിങ്ങൾ ദൈവവചനം ഒന്നും അല്ല, ഒരു പുനർവായന നടത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പോലല്ല അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 15 തൊട്ട് വായിച്ചേ. അപ്പോൾ നോക്കിയേ, മോളി പറഞ്ഞെന്താണ്? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്ന സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാനത് ചിലവ് കൂടാതെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രാഥമികമായിട്ട്, മറ്റേത് ഇല്ലതല്ല ഞാൻ പറയുന്നത്. വിശേഷം പറയുന്ന മറ്റേ അതിൻ്റെ ഫസ്റ്റ് വിങ്ങിന് ഇത് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ഇവിടെയാണ് ഇവിടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇവിടെയാണ്. അതായത് ആ സാമ്പത്തിക മേഖലയിൽ പൗലോസ് ഇത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത പോലും വിശ്വാസികൾക്ക് വരാത്ത രീതിയിൽ അവിടെ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം പൗലോസിനുണ്ട്. എങ്കിലേ അവർ ശരിയാവുള്ളൂ. അവരുടെ പടത്തിൽ പിടുങ്ങാൻ വേണ്ടി അവിടെ ചെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ ആ വിശ്വാസികളെ, ഈ മഹാഭാവികളായ വിശ്വാസികളെ മുഴുവൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ നിർമ്മലത കണ്ടിട്ട് അവരിങ്ങനെയാണ്. അങ്ങനെയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ എന്തായിത്തീർന്നേനെ? അപ്പോൾ പ്രാഥമികമായിട്ട് ഈ വാക്യങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷം പറഞ്ഞിരുന്ന ഫ്രീ ആയിട്ടല്ലാണ്ട് ലോകത്തിൽ ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. അതൊക്കെ കൊരിന്ത്യരോട് പറഞ്ഞതിനെക്കുറിച്ചാണ് പൗലോസ് പ്രാഥമികമായിട്ടും പറയുന്നത്. മറ്റേ സൈഡിലൊന്നും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ഇവിടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ അവിടെയാണ് എന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് ആ കോണ്ടെക്സ്റ്റിലല്ലേ നമ്മൾ പഠിക്കേണ്ടത്. കോണ്ടെക്സ്റ്റിലായിരിക്കണമല്ലോ, പശ്ചാത്തലത്തിലല്ലേ ദൈവവചനം പഠിക്കേണ്ടത്. അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ജീവിത മാതൃക, ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിൽ കുറവ് വന്നാൽ, ആശാൻ അക്ഷരം 1 പിഴച്ചാൽ ശിഷ്യൻ എത്ര പഴിക്കും? 56 അക്ഷരമല്ലേ? 56 പഴിക്കും. അതുകൊണ്ട് ആശാന്മാരായിട്ടുള്ള നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നടപടികളെയും ഒക്കെ ശ്രദ്ധിക്കണം. ധാരാളം സമയം ദൈവവചനത്തിലിരുന്ന് ഒരു സഭയുടെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടുത്തെ ദൈവവചനത്തിൻ്റെ പോഷണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ കൃപാവരം അനുസരിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇല്ല നിർബന്ധമായിട്ട് കിടക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായിട്ടും പറയാണ്ടില്ല, പ്രസംഗിക്കാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം സഭയുടെ നേതൃത്വമുള്ളവരെ ദൈവവചനം പഠിപ്പിക്കാണ്ടിരിക്കുന്നതിൽ നിന്ന് ഒഴിവാകാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അധ്വാനിച്ച് അത് ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനും പഠിച്ചത് പഠിപ്പിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവവചന പ്രസംഗത്തെക്കാട്ടിലും ഒരിക്കലും ഒരു സഭ വളരെയില്ല. ആ ഒരു സഭയുടെ വളർച്ച എന്നുള്ളത് അവിടുത്തെ ദൈവവചന പ്രഘോഷണത്തിൻ്റെ ആനുപാതികമായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് വളരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം ദൈവവചനത്തിൽ ചിലവഴിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ പോലെയൊക്കെ പോയി നമ്മളെന്തെങ്കിലും ശനിയാഴ്ച ഇരുന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി വന്ന് കുറേ വാക്യങ്ങൾ അവിടെ നിന്നും കുറേ വാക്യങ്ങൾ ഇവിടെ നിന്നും എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാലൊന്നും അതിങ്ങനെ അങ്ങ് പോകും. ആളുകളുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾ അവരെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അത് മനസ്സിലാക്കുകയും അവരതനുസരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അങ്ങനെ ഇതാണ് കർത്താവ് സഭകളെ സഹകരിച്ച മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല.
മഹാനിയോഗത്തിൻ്റെ മേഖലയാണ്. ദൈവവചനം അറിയത്തില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം പറയുക. പറഞ്ഞ് നേടിയ ആളുകളെ അവരിലാണ് പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ. അത് അവഗണിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അങ്ങനെ പോയില്ല അപ്പോസ്തലന്മാർ, അങ്ങനെ പോയില്ല. അപ്പോൾ ആ ബാലൻസ് നമ്മൾ ശരിക്കും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആത്മാക്കളെ നേടാനായിട്ടുള്ള കൃപാവരമുണ്ടോ? ചിലപ്പോൾ എല്ലാവരും പറഞ്ഞാൽ രക്ഷിക്കപ്പെടും അല്ലേ? അപ്പോൾ ചിലർക്ക് ദൈവവചനം പഠിപ്പിക്കാനുള്ള കൃപാവരമായിരിക്കും. അപ്പോൾ അവർ അതിനു വേണ്ടി സമയം ചിലവഴിച്ച് അപ്പോസ്തലന്മാരെന്താ പറയുക, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തിലും ഊറ്റിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ദൈവവചനം ആഴ്ത്തി പഠിക്കണമെങ്കിൽ അതിന് ഒരു സന്ദേശം അല്ല, ഒരു മെസ്സേജ് ചിലവാക്കാൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? ഈ ആഴ്ച പ്രസംഗിച്ച് അടുത്ത പ്രസംഗിക്കണ അടുത്ത ആഴ്ച മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാണ്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്ന ദൈവവചനം അല്ല മെസ്സേജ് ഒന്നും ജീവിതങ്ങളെ സ്പർശിക്കാനായിട്ട് പോകുന്നില്ല. അനേകം മണിക്കൂറുകൾ നമുക്ക് ദൈവവചനത്തിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. പെട്ടെന്ന് കിട്ടുമോ? അല്ലേ, നിങ്ങൾ വചനം പഠിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ദൈവവചനത്തിൻ്റെ പ്രസംഗത്തെ അതിൻ്റെ വിഷയം കണ്ടുപിടിക്കുകയും ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു വേദഭാഗം എടുത്തത് പഠിക്കുകയും അതിനെക്കുറിച്ച് എന്താ മറ്റുള്ള ആളുകൾ പറയുന്നുള്ള കാര്യം പഠിക്കുകയൊക്കെ ചെയ്ത് ആഴത്തിലത് പഠിച്ച് അതിൻ്റെ ആളുകളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുന്ന രീതിയിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസികൾക്ക് ഒരുമിച്ച് ക്യാമ്പുകൾ നടത്തി നമുക്ക് എല്ലാം പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിന് കൃപാവരമുള്ളവരെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സഹകരണത്തിൻ്റെ ഒരു മേഖല നമ്മൾ കണ്ടു. അടുത്തതായിട്ട് ഉപദേശത്തിൻ്റെ മേഖലയാണ്. സഭകൾ സഹകരിച്ചത് രണ്ടാമതായിട്ട് സത്യ ഉപദേശം നിലനിർത്തുവാനായിട്ടാണ് സഹകരിച്ചതായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത്. നമ്മുടെ സഹകരണത്തെക്കുറിച്ചാണ്, ഉപദേശത്തിൻ്റെ പഠനത്തെക്കുറിച്ചല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഉപദേശത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയും. ഏതായാലും സഭകൾ സഹകരിച്ചതായിട്ട് ദൈവവചനത്തിൽ തെളിവുള്ള രണ്ടാമത്തെ മേഖല ഉപദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സത്യ ഉപദേശത്തെ നിലനിർത്താൻ വേണ്ടിയാണ് സഭകൾ സഹകരിച്ചത്. അപ്പോൾ സത്യ ഉപദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ തലമുറകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവവചന സത്യത്തിൽ സഭ നിലനിൽക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നേരിട്ട ഒരു കാര്യമാണ്. In every generation the churches faces the challenge of remaining faithful to the word of God. എല്ലാ തലമുറയിലും ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. അതിനെതിരെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. സഭയെ എങ്ങനെയെങ്കിലും ദൈവവചനത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് സംസ്കാരങ്ങൾ മാറുന്നതിനനുസരിച്ച്, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ മാറുന്നതിനനുസരിച്ച്, ആശയങ്ങൾ മാറുന്നതിനനുസരിച്ചൊക്കെ ആ വെല്ലുവിളി അധികമായിരിക്കും. എന്നാൽ ദൈവവചനം അതിനൊന്നും, സംസ്കാരം മാറുന്നതിനനുസരിച്ച് ദൈവവചനം മാറുമോ? ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം എല്ലാവരും അങ്ങനെ ധാർമ്മികമായിട്ട് കുടുംബജീവിതം അത്ര പ്രാധാന്യമൊന്നും ഉള്ളതല്ല, കുടുംബം തന്നെ വേണമെന്നില്ല, അങ്ങനെയൊക്കെയാണ് പൊതുവെ ട്രെൻഡ്. അപ്പം നമ്മൾ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രത്തോളം മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിക്കാൻ ആൾ ന്യായമായിട്ട് ചോദിച്ചു കളയും. വിശ്വാസത്തിൽ ചിന്തിക്കണം, അങ്ങനത്തെ അത്യാവശ്യമുണ്ടോ? എന്തുകൊണ്ടൊരു ലിവിങ് ടൂതർ പറ്റിയല്ല? അങ്ങനെ ചിന്തിച്ചു കളയും. ഈ ലോകത്തിലുള്ള കാണുന്നതിനെക്കുറിച്ച്, ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സഭയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും, സൗണ്ട് ഡോക്ട്രിൻ ഈസ് നോട്ട് ഓപ്ഷണൽ ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ. സത്യ ഉപദേശം എന്നുള്ളത് ഒരു ഐച്ഛിക വിഷയമല്ല, തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു വിഷയമല്ല, അതൊരു അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ സഭയ്ക്ക് ദിശ തെറ്റുകയും അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോവുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ, തിത്തോസിനോട് പറയുമ്പോൾ, നീയോ പഥ്യോപദേശത്തിന് ചേരുന്ന പ്രസ്താവിക്കുക എന്നാണ്. പഥ്യോപദേശം, തിത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട് പഥ്യ ഉപദേശത്തെക്കുറിച്ച്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഥ്യോപദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. തിത്തോസിൻ്റെ ലേഖനം 2:1 നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഈ പഥ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ? സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഉപദേശം എന്നാണ് ഈ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ, സത്യോപദേശം എന്ന് പറഞ്ഞാൽ, അതായത് സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള അല്ല, അതാണ് ഈ പഥ്യം. ഈ ആയുർവേദക്കാർ
പറയുമല്ലോ, പഥ്യം പറയുമല്ലോ. പഥ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കും കഴിക്കരുതെന്നുള്ളതല്ല പഥ്യം. പഥ്യം നല്ല കാര്യത്തിലാണ്. അതറിയാം, പഥ്യം എന്ന് പറഞ്ഞാൽ, പഥ്യം നോക്കണമെന്ന് പറഞ്ഞാൽ പുളി, ഇപ്പോൾ അവർ പറയും പുളി കഴിക്കരുത്, പിന്നെന്താണ് എരിവ് കഴിക്കരുത് എന്നൊക്കെ പറയല്ലേ. അവർ വേണ്ടെന്ന് പറയുന്ന കാര്യമല്ല അവർ പറയുന്നത്. ഈ പഥ്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന്, ബാക്കി നിലനിർത്തിക്കോളാനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ പഥ്യം നമ്മൾ പറയും. എനിക്ക് ഈ നിങ്ങൾ ആയുർവേദം കഷായം കുടിക്കാൻ പോയ ഒരാൾ പറയും കഷായം കുടിക്കരുതെന്ന് പറയാം, കിഡ്നിയൊക്കെ ബാധിക്കുന്ന പറയുന്നത്. പല ആളുകളും 2 നാൾ മരിച്ചാലും എനിക്കറിയാം. അപ്പോൾ കുടിക്കാൻ പോകുന്ന ആളുകൾ അവർ പറയും മീൻ ഉപയോഗിക്കരുത്, അത് പറഞ്ഞാൽ ഇറച്ചി ഉപയോഗിക്കരുതെന്ന് പറയും. അപ്പോൾ അവരുടെ നോട്ടത്തിൽ ഇറച്ചി എന്താണ്? നമ്മൾ പറയും ഇറച്ചി എനിക്ക് പഥ്യമെന്ന് പറയും. അപ്പോൾ നമ്മൾ പഥ്യം എന്ന് പറഞ്ഞാൽ ഇറച്ചി ഒഴിച്ചുള്ള കാര്യമാണ് പഥ്യം. പഥ്യം എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് അർത്ഥം. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഇന്ന കാര്യം ഒഴിവാക്കണം, മോശം ഒഴിവാക്കിയിട്ട് ബാക്കി കഴിക്കണം എന്നല്ല, പഥ്യാഹാരമേ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സഭകളിൽ നല്ല സത്യ ഉപദേശം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് അതിന് പറയുക. ഈ ഉപദേശം എന്ന് പറയുന്നത് എന്താ? ഡോക്ട്രിൻ എന്ന് പറയുന്നത് അറിയോ? എന്ന് പറയാൻ ഇറ്റ് സിംപ്ലി മീൻസ് ടീച്ചിങ് എന്നാണ്. അപ്പോൾ അത് പഥ്യമാകുന്നത് എപ്പോഴാണ്? അത് ആരോഗ്യകരമാകുന്നത് അത് കൃത്യമായി ബൈബിൾ അധിഷ്ഠിതമായിട്ട് ആ ഉപദേശം കൊടുക്കുമ്പോഴാണ് ആ ഉപദേശം പഥ്യോപദേശമാണ്. എന്ത് പറഞ്ഞാലും ഉപദേശമാണ്. ഞാനിപ്പോൾ പറയുന്ന ഉപദേശമാണ്. അപ്പോൾ ഈ ഉപദേശം ഡോക്ടറിന് പഥ്യോപദേശം, സൗണ്ട് ഡോക്ടറിൻ സത്യ ഉപദേശമായി തീരുന്നത് അത് ദൈവവചനത്തോട് 100% കൂറു പുലർത്തുമ്പോഴാണ്. അപ്പം നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനത്തോട് ഒത്തിരുന്നാൽ അത് സത്യോപദേശമാണ്. ഞാൻ പഠിപ്പിക്കുകയും ഞാൻ പറയുകയും ചെയ്ത കാര്യങ്ങൾ, പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വ്യക്തികളുടെ അഭിപ്രായമോ സംസ്കാര പ്രവണതകളോ ആയിരിക്കരുത്, ദൈവവചനത്തോട് ഒത്തിരിക്കണം. അതില്ല, സംസ്കാരം മാറിയാലും ആളുകളുടെ അഭിപ്രായം മാറിയാലൊന്നും എൻ്റെ പഠിപ്പീരിനെ അത് ബാധിക്കാനായിട്ട് പാടില്ല. സംസ്കാരം മാറുന്നതനുസരിച്ച് ആളുകളുടെ സംസ്കാരത്തോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, അവരുടെ ഭാഷ ഉപയോഗിക്കണം. പക്ഷേ നമ്മളുടെ പഠിപ്പീരെപ്പോഴും ദൈവവചനത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ അത് സത്യ ഉപദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് സത്യോപദേശത്തിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ സത്യോപദേശം എപ്പോഴും ദൈവവചന സത്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു. അതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട്. സഭയെ നമ്മൾ വിശ്വസ്തമായി പഠിപ്പിക്കുമ്പോൾ അത് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ദൈവത്തിൻ്റെ വെളിപ്പാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണെന്ന് നമ്മൾ എന്തുകൊണ്ട് സത്യോപദേശം നമ്മൾ പറയണം. തിത്തോസിനോട് പറഞ്ഞല്ലോ സത്യോപദേശം പ്രസംഗിക്കണമെന്ന്. ഒന്നാമത് കാരണം ദൈവിക സത്യങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ സത്യോപദേശം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. 2, സത്യോപദേശമാണ് സഭകൾ തമ്മിലുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നത്. സഭകൾ തമ്മിലുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ സത്യോപദേശം വേണം. സഭാചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ദുരുപദേശമാണ് സഭയിൽ ഭിന്നത വരുത്തിയത്. അപ്പോൾ സത്യോപദേശത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സഭയെ ഒരുമിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്ക് ടു ദ ബൈബിളിലേക്ക് മടങ്ങി വരാതെ ഐക്യം ഉണ്ടാവുക. എപ്പം ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉപദേശം വന്നോ അപ്പോൾ സഭയിലെ ഭിന്നതകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചാൽ ആളുകൾ ഒരുമിച്ച് നിൽക്കും. അല്ലെങ്കിൽ കുറേ ആളുകളെ അവർ പിടിച്ചുകൊണ്ട് പോകും, കുറേ ആളുകളെ ഒരു കാര്യം പറഞ്ഞ് വേറൊരുത്ത കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ സഭയുടെ ആദ്യകാലം മുതൽ തെറ്റായ ഉപദേശങ്ങൾ സഭകളിലേക്ക് നുഴഞ്ഞു കയറുന്ന പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഐക്യം വേണമെങ്കിൽ, സഭകൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ ഐക്യം വേണമെങ്കിൽ സത്യത്തിൽ നിലനിൽക്കുക അല്ലാതെ, സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് ഉള്ള ഏകതയല്ലാതെ സഭകൾ തമ്മിൽ ഒരിക്കലും ഐക്യം ഉണ്ടാവുകയില്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ ഐക്യത്തിന് വേണ്ടി സത്യത്തെ വിട്ടുകളഞ്ഞാൽ അത് ദുരുപദേശത്തിലേക്കും അനൈക്യത്തിലേക്കും നയിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് അതിന് രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഉപദേശത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സഭകൾ ഐക്യത്തിൽ നിൽക്കണോ? നിങ്ങൾ നോക്കിക്കോ, സത്യം വിട്ട് കോംപ്രമൈസ് ചെയ്താൽ അത് സഭകളല്ലാത്തയാക്കി മാറ്റും. സത്യം വിട്ട് കോംപ്രമൈസിന് പോയ സഭകളൊക്കെയാണ് ഇപ്പോൾ സ്ത്രീ ബിഷപ്പുമാരും ലെസ്ബിയൻ ബിഷപ്പുമാരും ഒക്കെ ആയിട്ട് അല്ലേ, അങ്ങനെയുള്ള തരത്തിലേക്കൊക്കെ നശിച്ചു പോയ സഭകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സത്യോപദേശം നിലനിൽക്കണമെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ സഭയിൽ സത്യോപദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്
സുവിശേഷം നിർമ്മലമായി നിലനിൽക്കണമെങ്കിൽ സത്യോപദേശം വളരെ ആവശ്യമാണ്. സഭകൾ സത്യോപദേശത്തിൽ നിലനിന്നില്ലെങ്കിൽ സുവിശേഷം നിർമ്മലമായി നിൽക്കുകയില്ല. സുവിശേഷത്തെക്കുറിച്ച് നമുക്കറിയാം, അത് സഭയുടെ ഹൃദയമാണ്. സുവിശേഷ സന്ദേശം മാറ്റിയാൽ അത് സഭയുടെ ദൗത്യത്തെ ഇല്ലാതെയാകും. കൃപയാൽ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നതെന്നുള്ള കാര്യം മാറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു 3-4 നൂറ്റാണ്ട് മുതൽ മാർട്ടിൻ ലൂതർ വന്ന 17-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ എത്ര കോടാനുകോടി ആളുകൾ സുവിശേഷം കേൾക്കാതെ പോയി. കാരണം സഭയിൽ സന്ദേശമില്ല. ഇപ്പം നമുക്കറിയാം, പൗലോസ് എന്താ പറഞ്ഞത്? ഗലാത്യരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാമല്ലോ അല്ലേ? അങ്ങനെ എല്ലാവരും പറയുന്ന കാര്യമാണ്, അച്ഛന്മാരും പറയും. അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധം എന്ന് പറഞ്ഞാൽ എവിടെ പോയി? ഞങ്ങൾ പ്രസംഗിച്ച് എവിടെ ഇരിക്കുന്നത്? ബൈബിളിലുണ്ട്. അതിന് വിരോധമായിട്ട് പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറയട്ടെ, ആളുകൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പിന്നെ സുവിശേഷം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ലോകത്തിന് പ്രതീക്ഷയുള്ളത്? ഇപ്പം സുവിശേഷ സന്ദേശം നമ്മളിപ്പം വന്ന മിക്ക ആളുകളും ഹിന്ദു, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ വന്നതാണ്. അവിടെ സുവിശേഷം ഉണ്ടായിരുന്നോ? അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ആ വെളിച്ചത്തിലേക്ക് വന്ന ആളുകൾ നമ്മളോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സുവിശേഷ സന്ദേശം സൂക്ഷിക്കണമെങ്കിൽ സഭകൾ സത്യ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് സത്യോപദേശത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുന്നത് ദാറ്റ് പ്രിപ്പയർ ദ ചർച്ച് ടു ഫേസ് ദ ചലഞ്ചസ്. അതായത് ധാർമ്മികമായിട്ടുള്ളതോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ളതോ പീഡനങ്ങൾ മുഖാന്തരമായിട്ടുള്ള ഏത് വെല്ലുവിളികളെയും നേരിടാനായിട്ട് സഭയെ ശക്തീകരിക്കുന്നത് ശുദ്ധമായ സത്യ ഉപദേശമാണ്. സത്യ ഉപദേശത്തിൽ നാം നിലനിന്നാൽ നമുക്ക് വരുന്ന എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോകത്ത് ഇപ്പോഴത്തെ കാലത്തെ ഒരു വലിയ സമ്മർദ്ദമാണ് സാംസ്കാരിക സമ്മർദ്ദം, അല്ലേ? എന്തെല്ലാം തരത്തിലുള്ള സംസ്കാരങ്ങളാണ്. അതുപോലെ ധാർമ്മികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള അധാർമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സത്യോപദേശം നിലനിൽക്കുന്നത് മാത്രമേ നമുക്ക് നിന്നുകൊണ്ട് മാത്രമേ വെല്ലുവിളികളെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. സത്യോപദേശം നിലനിൽക്കുന്ന സഭയെ കുലുക്കാനായിട്ട് എളുപ്പത്തിലൊന്നും സാധിക്കില്ല. പീഡനങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് കർത്താവിലാണ് ഞാൻ വിശ്വസിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നുള്ള സത്യ ഉപദേശം അറിയാവുന്ന ഒരുത്തൻ പീഡനം വന്നാൽ എന്ത് ചെയ്യും? ദാനിയേലിൻ്റെ കൂട്ടുകാർ പറഞ്ഞല്ലോ, നീ ഞങ്ങളെ തീക്കാത്തിട്ടാൽ അവിടുത്തെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവം രക്ഷിക്കുന്നില്ല എന്നിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലേ, അല്ല ഞങ്ങളെ കർത്താവ് രക്ഷിച്ചില്ലേ, ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. അല്ലേ കർത്താവ്, അല്ലേ? അതൊരു വിഷയമല്ലെന്നുള്ളതാണ്. അപ്പം സത്യം അറിയുന്നതിന് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്തൊരുത്തനോ യേശുക്കുറിച്ച് രക്ഷിതാവാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തൊരുത്തൻ പീഡനമെന്നോ നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിലനിൽക്കുന്നില്ല. അവർ പുതറിപ്പോവുള്ളൂ. അപ്പോൾ സഭകളുടെ വെല്ലുവിളികൾ, സാംസ്കാരികമായ വെല്ലുവിളികൾ, ധാർമ്മികമായ വെല്ലുവിളികൾ. ഇപ്പം നമ്മൾ ഒരുത്തം വരികയാണ്, ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ധാർമ്മികമായ വിശുദ്ധിയൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ആരാടാ ഇപ്പം അങ്ങനെ കോളേജിലുള്ള പിള്ളേരുടെ സമ്മർദ്ദമൊക്കെ അങ്ങനെയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ അല്ലടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നിലനിൽക്കുന്ന എന്ത് പറയും? ജോസഫ് എന്താ പറഞ്ഞത്? ജോസഫ് സത്യം അറിയാവുന്ന ആളായിരുന്നില്ലേ പഴയ നിയമത്തിലെ? ജോസഫ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ദൈവത്തോട് ഉണ്ടോ സത്യം അറിയുന്നവനാണ്. സത്യത്തിന് മാത്രമേ വെല്ലുവിളികളെ, അത് ധാർമ്മിക മേഖലയാണെങ്കിലും പീഡനത്തിലാണെങ്കിലും സാംസ്കാരികമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെങ്കിൽ സഭകൾ സത്യോപദേശം നിൽക്കാൻ കഴിയണം. സഭ സത്യോപദേശം നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഭയെല്ലാം നിൽക്കട്ടെ. സഭ നിൽക്കണ ആര് നിൽക്കണം? ഞാൻ നിൽക്കണം. നമ്മൾ ഓരോരുത്തരും നിൽക്കണം. നമ്മൾ സത്യത്തിൽ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ, അതാണ് ഈ സഭയെന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടമല്ല സഭയെന്ന് പറഞ്ഞാലേ. അതുപോലെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ, വിശ്വാസികൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ അവർ സത്യോപദേശത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയിൽ വളരണമെങ്കിൽ. അപ്പോൾ സത്യോപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തോട് 100% വിശ്വസ്തരായി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവചനത്തെ സ്നേഹിച്ച് സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അതിനൊരു ചലഞ്ച് വന്ന ഒരു സംഭവമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ കാണുന്നത്. സത്യോപദേശത്തിനെതിരെ വലിയ വെല്ലുവിളി നേരിട്ട ഒരു ചാപ്റ്ററാണ്
ഒരു സംഭവമാണ് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സഭകൾ സഹകരിച്ചെന്ന് ബൈബിൾ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ മേഖലയാണ് ഉപദേശ സംരക്ഷണം എന്നുള്ളത്. ആചാര സംരക്ഷണമല്ല, ആചാര സംരക്ഷണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആചാര സംരക്ഷണമല്ല, ഉപദേശ സംരക്ഷണം എന്നുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ എന്താ വന്നത്? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരാം നമുക്ക്. അവിടെ നമുക്കറിയാവുന്ന എന്താണ് യെരുശലേം കൗൺസിലാണ്. നമുക്കതിൻ്റെ ആദ്യ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് പരിചയമുള്ളതാണ് എങ്കിലും നമുക്ക് അതിൻ്റെ 1 മുതൽ 5 വരെ വായിക്കാം. 7 വരെ. അപ്പോൾ സഭകളെ, ആ കാലത്തെ സഭകളെ പിടിച്ചു കുലുക്കിയ ഒരു ഉപദേശമാണ്. അതായത് സുവിശേഷത്തോട് ആഡ് ചെയ്യണം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. മാത്രമല്ല നിങ്ങൾ ചെതുമ്പിലില്ലാത്ത മീനിനെ കഴിച്ചാൽ വിഷപ്പെട്ടു. നിങ്ങൾ പന്നിയെ തിന്നാൽ പോയി, എല്ലാ സംഗതിയും പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ? ഇതാ അവർ പറഞ്ഞത്. ഇതാണ് ഈ യഹൂദയിൽ നിന്നുള്ള ആളുകൾ വന്ന് അന്ത്യോക്യയിൽ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോട് ചിലതും കൂടെ കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ വിശ്വാസികൾ പൂർണ്ണരായി തീരുകയുള്ളൂ എന്നുള്ള ഉപദേശമാണ്. സുവിശേഷത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. എന്താ ചെയ്തത്? അപ്പോൾ അവരെന്ത് ചെയ്തത്? സഹോദരന്മാർ അവരോട് തർക്കമുണ്ടായതല്ല, ഈ സംഗതിയെക്കുറിച്ച് അപ്പസ്തോലന്മാർ മൂപ്പന്മാരോട് യെരുശലേമിലെ എന്നുള്ള ആ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ വന്നു. അപ്പോൾ സഹോദരന്മാരും എല്ലാവരും സഭയിലെ മൂപ്പന്മാരും ലീഡേഴ്സെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് അവർ ചർച്ച ചെയ്ത് അവരതിനൊരു തീരുമാനം വരുത്തിയതായിട്ടാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ്, അതെല്ലാം പറയേണ്ട ആവശ്യമില്ല, സമയമില്ലല്ലോ. അങ്ങനെ എന്താണ്, അവർക്കൊരു എഴുത്തെഴുതി ആ കാര്യത്തെക്കുറിച്ചുള്ള തീർപ്പ് കൽപ്പിച്ചു. ഇന്ന് നമ്മളുടെ ഇടയിൽ ഉപദേശപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ നിങ്ങൾ ഉപദേശ പ്രശ്നമാണ്, നിങ്ങൾ അവിടെ കുടിക്കോ, ഞങ്ങൾ ഇപ്പുറത്ത് കുടിക്കോ, അങ്ങനെയാണോ? പൗലോസ് എന്താ പറഞ്ഞത്? ഒരു കൊരിന്തിലെ സഭയിൽ 2 പക്ഷം ഉണ്ടായ പൗലോസ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? കൊരിന്തിലെ സഭയിൽ 2 സഭയാകുകയല്ലേ ഇത്. അവിടെ എന്തൊക്കെ പക്ഷം ഉണ്ടായിരുന്നു? നിങ്ങൾ ഒരുത്തൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. 1:11 എന്താ പറയുന്നറിയോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരുന്ന അർത്ഥം നിങ്ങൾക്കറിയോ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വ്യക്തിയല്ലേ. ഒരു വ്യക്തിയെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലുക എന്നുള്ളതല്ലേ. അതായത് കൊരിന്തിലെ ഇങ്ങനെ പക്ഷം ഉണ്ടാക്കിയ പൗലോസ് പറഞ്ഞു നിങ്ങൾ കർത്താവിനെ കൊന്നെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അത് സംഭവിക്കുന്നത്. നിങ്ങൾ നാളും ഇത് 2 കൂടിയാലോ? ദുരുപദേശത്തിൻ്റെ ആളുകൾ അവർ പിന്നെ യാക്കോബ് പറഞ്ഞ യോഹന്നാൻ പറയുന്നത് നമ്മുടെ അവർ പോയി, അവരെ നമ്മൾ പറഞ്ഞു വിട്ടു. യോഹന്നാൻ അങ്ങനെ പറയുന്നത്. അപ്പം സഭകളിൽ ഭിന്നത ഉണ്ടാകാൻ പറ്റില്ല. ഡോക്ടറിനായിട്ട് പ്രശ്നങ്ങളുണ്ടായാൽ, ഉപദേശപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായാൽ നമ്മളത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാത്ത ആളോട് യോഹന്നാൻ പറഞ്ഞാൽ അവർ നമ്മുടെ ആളുകളല്ല, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പോയെന്നാണ് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള കട്ട് ചെയ്ത് അവർ മാറിയെന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പം ദൈവവചനത്തെ ഭയപ്പെടുന്ന ആളുകൾ ദൈവവചനത്തിലെ സത്യങ്ങൾ നിലനിൽക്കുകയും ആളുകൾക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് ആവോളം ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനൊരു ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാതെ സഭകളിൽ ഭിന്നതയുണ്ടാക്കി ഓരോരുത്തരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനത്തെയുള്ള പരിപാടി നമ്മൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ദൈവവചനത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞതാണ്, അവർ നമ്മളോടത്ത് പുറപ്പെട്ടു പോയാൽ നമ്മളോടത്തുള്ളവർ അല്ല, എല്ലാവരും നമുക്കുള്ളവർ അല്ല. അപ്പോൾ അവർക്ക് സത്യത്തോട് താല്പര്യമില്ലാത്ത ആളുകളെ ഞങ്ങൾ സത്യം എന്ന് പറയും. സത്യമൊന്നുമല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾ പോകാമെന്ന് പറയുന്ന ആളുകളെ നമുക്ക് പോകാൻ പറയാം. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിൽ നിലനിൽക്കുകയും ആ ദൈവവചനത്തിലുള്ള സത്യങ്ങളുടെ മുമ്പിൽ ചർച്ചകൾ ഇവരങ്ങനെ കണ്ട പൗലോസ്, ബർണബാസ്, പൗത്രോസ്, യാക്കോബ് ഇവരെല്ലാം ദൈവിക സത്യങ്ങളെ ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അവർ കീഴടങ്ങി. സത്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ കീഴടങ്ങി. സത്യങ്ങളുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം. അതാണ് ദൈവവചനം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്. അതുകൊണ്ട് അവിടെ ഐക്യം ഉണ്ടായതായിട്ട് വിശ്വാസികളുടെ ഇടയിൽ സുവിശേഷം അവർ സംരക്ഷിച്ചു. അല്ലെങ്കിൽ നമുക്ക് സുവിശേഷം ഉണ്ടാകില്ലായിരുന്നു. നമ്മളെല്ലാം എന്ത് ചെയ്തതിനെ? രക്ഷിക്കപ്പെട്ട ശേഷം പൊന്നാനി പോകേണ്ടത് അല്ലേ? പൊന്നാനി പോകുന്നവരോട് അറിയാം.
അങ്ങനെ പലതും ആഡ് ചെയ്ത് കത്തോലിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സുവിശേഷം ഇതിൻ്റെ അവർക്കില്ല. പിന്നെ കുദാശകളും പരിപാടികളും എല്ലാം ആയിട്ട് അങ്ങനെയുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിലെ സത്യോപദേശം നിലനിൽക്കാൻ വേണ്ടി സഭകളിലുള്ള പല സഭകളിലാണ്. ഏതൊക്കെ സഭയിലുണ്ട്? യെരുശലേമിലാണ് വന്നത് അല്ലേ? അപ്പോൾ യെരുശലേമിൽ വന്നപ്പോൾ വേറെ ആരുണ്ടാവും? യെരുശലേം ഒരു സ്ഥലമാണ്. അവിടെ യഹൂദിയിൽ സഭകളില്ല, വേറെ ശമരിയയിലില്ലേ? അവർക്ക് വന്നതാണ്, അവർ വിശ്വാസികൾക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും ചർച്ചയല്ലേ? ഞാൻ വിചാരിക്കുന്നത് അവർ അവിടുത്തെ എഴുതിയിട്ടില്ലെങ്കിലും അവരെല്ലാം വന്നു കൂടി കാണും. യെരുശലേമിലുള്ള ആളുകളെല്ലാം സഹോദരന്മാരെല്ലാം വന്നു, അവർ ചർച്ച നടത്തി. അങ്ങനെയാണല്ലോ കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ എവിടെയാണ്? നിക്കയിൽ നടന്നത് എന്താണ്? 330 സഭകൾ, 40 സഭകളിലെ ആളുകൾ ചെന്നായിരുന്നാണ് പറയുന്നത്. നേതാക്കന്മാർ ചെന്ന് നിക്കയിൽ സുനോദോസിൽ ചർച്ച നടത്തി മാസങ്ങളോളം അതിനെക്കുറിച്ച് പഠിച്ച് അവരൊരു കാര്യത്തിൽ ദൈവവചനം എന്താണ് പറയുന്നുള്ള കാര്യം പറഞ്ഞു. അതിന് താല്പര്യമില്ല ആളുകൾ. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളൊന്നും അങ്ങനെയല്ല പറയുന്നതൊക്കെ പറഞ്ഞാൽ ദൈവവചനത്തെക്കാട്ടിലും കൂടുതൽ നിങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പറയാം അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളൊന്നും അങ്ങനെ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ത് പറയുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 325 അല്ലല്ല, അത് 1050. 325 ഈ അരിയൂസ് നമ്മുടെ ഇവരുടെ യഹോസാക്ഷികളുടെ പഴയകാലത്തെ ആള്, ഇവരുടെ അല്ല എങ്കിൽ അതെ റസലിൻ്റെ ആള്, അരിയൂസിൻ്റെ നേതൃത്വത്തിൽ യേശുക്രിസ്തു ദൈവവും അല്ല. അപ്പം പറഞ്ഞ് ഈ എല്ലാ ദുരുപദേശങ്ങളിലും ഒരു സത്യം ഉണ്ടാവും കേട്ടോ. കള്ളം തന്നെ പറഞ്ഞാലും വിശ്വസിക്കുമോ? ഇല്ല. അവരുടെ സത്യം എന്താണ്? ദൈവം ഒരു ദൈവമേ ഉള്ളൂ. അപ്പം പിന്നെ പിതാവ് എങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ മൂന്ന് വ്യക്തികളും എങ്ങനെ ദൈവമാകുന്നത്? അപ്പോൾ ഏകദൈവം എന്നുള്ള സത്യത്തെ മുന്നേ നിർത്തിക്കൊണ്ടാണ് അവർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ മിഖായേലാണ് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഒത്തിരി തെറ്റായിട്ടുള്ള അല്ല, അയാൾ പറഞ്ഞില്ല കേട്ടോ, അരിയൂസ് പറഞ്ഞില്ല, ഈ റസലുകാർ പറയുന്നു. അതിൻ്റെ തുടക്കം അവിടെയാണ്. അപ്പോൾ സഭ കൂടി, എല്ലാവരും കൂടി. ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയെന്നാ അതെല്ലാം വെച്ചാൽ അങ്ങനെ കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയതായിട്ട് കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ നിന്ന് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്ന പറഞ്ഞു. അവിടെ നിന്ന് ബിഷപ്പ് എന്നാണ് അന്നത്തെ 4 നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബിഷപ്പുമാരെന്നാണ് എൽഡേഴ്സിന് അന്ന് എപ്പിസ്കോപ്പാസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാളുണ്ടായിരുന്ന പറയുന്നത്. അങ്ങനെയാണ് അവർ ആ ഡോക്ടറിനെത്തി. പിന്നെ സഭകൾ ഈ കിഴക്കും പടിഞ്ഞാറായിട്ട് വിഭജിച്ചത് 1050 അതിൻ്റെ ചർച്ച എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്ക് മീശ വടിക്കാമോ വെക്കണോ, വിഗ്രഹം എങ്ങനെയുള്ളതാണ്, വിഗ്രഹം കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കുമോ അതോ വരച്ചതിനെ മാത്രമേ പാടുള്ളൂ. ഭയങ്കര ഗൗരവമായിട്ടുള്ള ചർച്ച അവിടെ. ഗൗരവമായ പ്രശ്നത്തിലല്ല ഇവർ രണ്ടും ഉണ്ടായത്. അവരതിന് മുമ്പേ സുശേഷം കൂട്ടി കളഞ്ഞായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ വിഭജിച്ചതിന് ഒരു കാരണം മീശ വെക്കാമോ. പടിഞ്ഞാറുള്ളവർ പറഞ്ഞു മീശ പഠിക്കാമെന്ന് പറഞ്ഞു, കിഴക്കുള്ളവർ പറഞ്ഞു എന്ത് പറഞ്ഞു. അതുപോലെ തിരുവത്താഴത്തിന് പുളിച്ച അപ്പം എടുക്കാവോ, കിഴക്കുള്ളവർ പറഞ്ഞു പുളിച്ചതേ പാടുള്ളൂ, പടിഞ്ഞാറുകാർ പറഞ്ഞു പുളിച്ചത് പാടില്ല. അങ്ങനെയുള്ള വലിയ ഗൗരവമായിട്ടുള്ള കാര്യത്തിലാണ് അവരെ രണ്ടിലുണ്ടായത്. ഏത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സത്യ ഉപദേശം മനസ്സിലാക്കുക, പഠിക്കുക. നമ്മളത് പിന്നെയും നിർണയം പ്രാപിക്കണം. അപ്പോൾ ആളുകൾ ചോദ്യം ചോദിക്കാൻ നമുക്ക് സംശയങ്ങൾ വരില്ല. അപ്പോൾ നമ്മൾ പിന്നെയും പഠിക്കണം. ദൈവവചനം പിന്നെയും പരിശോധിക്കണം. നമ്മൾ സത്യം മനസ്സിലാക്കുക, പഠിക്കുക. നമ്മൾ പിന്നെയും ആഴത്തിൽ അത് പഠിക്കുക, അതിൽ നിർണയമുള്ളവരായിട്ട് നിൽക്കുക. മൂന്നാമതായിട്ട് സഭകൾ സഹകരിച്ച വേറൊരു ഭാഗം സാമ്പത്തിക മേഖലയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സാമ്പത്തികത്തെക്കുറിച്ച് പറഞ്ഞു. സാമ്പത്തിക മേഖലയിലാണ് സഭകൾ തമ്മിൽ സഹകരിച്ച വേറൊരു മേഖല ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ മേഖല ദൗത്യ നിർവഹണം. അതിൽ 2 ഭാഗമുണ്ടെന്ന് നമ്മൾ കണ്ടു. പാപികളോടുള്ള, ലോകത്തോട് നമ്മൾ സന്ദേശം പറയുക, അവിടെ നിന്ന് കിട്ടുന്ന ആളുകളെ സംസ്കരിച്ചെടുക്കുക, അവരെ ശിഷ്യന്മാരാക്കുക. അടുത്തതാണ് ഉപദേശ സംരക്ഷണം. ഉപദേശ മേഖലയിൽ അവർ സഹകരിച്ചു. മൂന്നാമതായിട്ട് സാമ്പത്തിക മേഖലയാണ്. ഈ സാമ്പത്തിക മേഖല സഹകരണം പറഞ്ഞാൽ അതിങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 1-ാം നൂറ്റാണ്ട് സഭയുണ്ടായി. അവരപ്പസ്തലന്മാർ 2:42 അവരപ്പസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആയിരിച്ചു അപ്പം നുറുക്കുകയും പോകുന്നു എന്ന് 42 പറഞ്ഞ ശേഷം 44 എന്താ പറയുന്നത് നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഈ സാമ്പത്തിക മേഖലയെ കുറിച്ച് പഠിച്ചാൽ സഭ ആദ്യം തുടങ്ങുന്നത് സഭയിലെ പരസ്പര സാമ്പത്തിക സഹായമാണ് അല്ലേ?
നമ്മൾ പഠിക്കുന്ന സഭകൾ തമ്മിലുള്ളതാണ് പഠിക്കുന്നതെങ്കിൽ അതിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സഭകളിൽ ആദ്യം സാമ്പത്തിക സഹകരണം അവർ യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾ തമ്മിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ 2:44-45 4:32 മുതലും നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, അപ്പോൾ ഒന്നാമത് മനസ്സിലായോ എന്താണെന്നത്? ഒരു സഭയിലുള്ള വിശ്വാസികൾ പരസ്പരം സാമ്പത്തിക സഹായം. നമ്മളെ വിഷയം അതല്ല, എങ്കിലും ഇങ്ങനെ വളർന്നു വരികയാണ്. രണ്ടാമതായിട്ട് കാണുന്നത്, ഒരു സഭ മറ്റേ സഭയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൺ ചർച്ച് ടു അനദർ ചർച്ച്. ഒരു സഭ മറ്റേ ഒരു സഭയ്ക്ക് സാമ്പത്തിക സഹായം കൊടുക്കുകയാണ്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 11:27 മുതൽ 30 വരെ ഒന്ന് വായിക്കാം. അതിങ്ങനെ വളർന്നു വരുന്നതായിട്ട്, വളരെ രസകരമായിട്ട് അതിങ്ങനെ സാമ്പത്തിക സഹകരണം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 11:27 മുതൽ 30 വരെ. അപ്പോൾ യെരുശലേമിൽ പ്രവാചകന്മാർ യെരുശലേമിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ലോകം മുഴുവനും വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ലോകം മുഴുവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ക്ലൗദ്യോസിന് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിലെ പാർക്കുന്ന സഹോദരന്മാർക്ക് ഉദവിക്കായി ശിഷ്യന്മാർ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ ഇത് വല്ലാണ്ട് ബാധിച്ച എവിടെയാണ്? യെരുശലേമിലാണ്. എന്തായിരിക്കും കാരണം? പിന്നെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് യെരുശലേമിലെ പ്രശ്നം. ഒരുപക്ഷെ അവരെ ആദ്യകാലത്ത് എന്ത് ചെയ്തു? തങ്ങളുടെ സ്വത്തൊക്കെ വിറ്റ് ഒത്തിരി 10,000 വിശ്വാസികൾ അവർ പോറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഞാനങ്ങനെ ചിന്തിക്കാട്ടോ. ഞാൻ റിസർച്ചൊന്നും എഴുതിയില്ല. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു പല പ്രാവശ്യം നോക്കുമ്പോൾ യെരുശലേമിലെ പ്രശ്നമുണ്ട്. എന്ത് പറയുന്നു? യെരുശലേമിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് ആ ഒരു കാരണം കൊണ്ടാണോ? സ്വത്ത് വിൽക്കുക എന്നുള്ളൊരു പരിപാടി അവർക്കുണ്ടായിരുന്നല്ലോ ആദ്യകാലത്ത്. ഒത്തിരി പേരെ സ്വത്ത് വിറ്റവർ പുലർത്തിയല്ലോ. അതെ, അതിന് അവർക്ക് വേണ്ടി സ്വത്ത് വിറ്റല്ലോ ഇവരെ. അല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം കാണുന്ന ഇനി അടുത്തത് വായിച്ചാൽ യെരുശലേം പ്രശ്നമുണ്ട്. അടുത്തത് അപ്പോൾ നമ്മൾ കണ്ട രണ്ടാമത്തെ കാര്യമാണ്, ഒരു സഭ മറ്റൊരു സഭയ്ക്ക് സഹായിക്കും. ഇവിടെ അന്ത്യോക്യയിലെ സഭ യെരുശലേമിലെ സഭയ്ക്ക് കൊടുക്കുകയാണ്. രണ്ടാമതാണ് നമ്മൾ കണ്ടത്. മൂന്നാമത് കാണുന്നത് പല സഭകൾ ഒരുമിച്ച് പരസ്പരം സഹകരിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാതെ 1 കൊരിന്ത്യരിലേക്ക് വരാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാണെന്നുള്ള അവിടെ ഉണ്ടോ നോക്കട്ടെ. 1 കൊരിന്ത്യർ 16:1 എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 16:1. ഇപ്പം വിശുദ്ധന്മാർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി എന്നില്ലേ? അത് ആർക്ക് വേണ്ടി എന്നറിയണമെങ്കിൽ റോമാലേഖനം 9:1 വായിച്ചേ. 9:1 റോമാലേഖനം 15:9. 15:9. റോമാലേഖനം 15:9 ഏത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ റോമാലേഖനം 15:9 വായിച്ചു നോക്കിയേ. 26 ഞാൻ പറഞ്ഞു തെറ്റിപ്പോയാണ്. ഒന്ന് നോക്കിയേ, ഈ 1 കൊരിന്ത്യർ 16 വിശുദ്ധന്മാർക്ക് വേണ്ടി ധർമ്മശേഖരം നടത്തണമെന്നുള്ള കാര്യം അഖായാണല്ലോ കൊരിന്ത്, അവരോട് പറഞ്ഞു. അപ്പോൾ ഈ ഗലാത്തിയിലും അഖായിലൊക്കെ ഉള്ളവർ ആർക്ക് വേണ്ടി ഈ ശേഖരം നടത്തുന്നത്? യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർ. അപ്പോൾ യെരുശലേമിൽ ഈ പ്രശ്നം ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുക, 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ആദ്യത്തെ കാലത്ത് കുറേ സ്വത്തൊക്കെ വിറ്റങ്ങനെ അവർ കുറച്ച് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ ഈ പെട്ടെന്ന് അവരെ വല്ലാതെ ഈ ക്ഷാമം ബാധിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ വെറുതെ അവർ വിശ്വാസികളായപ്പോൾ അവരുടെ വിശ്വാസികളായി തീർന്നപ്പോൾ അവരുടെ പിതൃസ്വത്തൊക്കെ അവരുടെ അവകാശം പോയി. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടൊക്കെ അതായത് ഇവർ ഈ സ്വത്ത്, നമ്മൾ ക്രിസ്ത്യാനിയായ യഹൂദൻ്റെ പിതൃസ്വത്ത് കിട്ടില്ല പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത് അവരുടെ സ്വത്തിൻ്റെ അപഹാരം കൂടെ സന്തോഷത്തോടെ സഹിച്ചതാണല്ലോ. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അങ്ങ് മാറും. അപ്പോൾ ഇപ്പം 4 ചേട്ടാനിയന്മാരുണ്ട്. ഞാൻ വിശ്വാസിയായാൽ എൻ്റെ സ്വത്ത് പോയി, എൻ്റെ അവകാശം പോയി, കിട്ടിയാലും പിന്നെ പോയി, മറ്റവരെടുക്കും അത്. അങ്ങനെയൊക്കെ അവർക്ക് സംഭവിച്ചിരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? നമ്മൾ റോമലേഖനത്തിൽ വായിച്ച അഖായയിലും ഗലാത്തിയിലും ഉള്ളവരെന്ത് ചെയ്തു? കളക്ഷൻ എടുത്തതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ശരി, നമുക്ക് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് വരാം. ആ സെയിം കളക്ഷനാണ് 2 കൊരിന്ത്യരിൽ 8:1 മുതൽ 6 വരെ. അപ്പോൾ ഈ ഒരു സഭയിൽ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോൾ പല സഭകളും കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ ഗലാത്തി സഭകളെ കണ്ടു, മെക്കദോന്യ സഭകൾ കളക്ഷൻ ഇതിനു വേണ്ടി തന്നെ എടുത്തു. പിന്നെ അഖായയിലുള്ള കൊരിന്ത് സഭയോട് കളക്ഷൻ എടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇത് സഭകൾ തമ്മിൽ ഈ സാമ്പത്തിക മേഖലയിലെ പ്രശ്നമുള്ളവർക്ക്, സഭ തമ്മിൽ അങ്ങോട്ട് പൈസ കൊടുക്കുക എന്നുള്ളതല്ല, ആർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടെന്ന് കണ്ടാൽ അവരെ സഹായിക്കുവാനായിട്ട് സഭകൾ സഹകരിച്ചിരുന്നു എന്നുള്ള കാര്യം ദൈവവചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതിനെ കളക്ട് ചെയ്യാനായിട്ട് ഓരോരുത്തരും ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ തുടങ്ങിയതാരാണ്? 1:8-6 വായിച്ചത്. തിത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിയാണ്. അപ്പോൾ ഒരാൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അയാളത് ചെയ്യും. എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കണക്ക് സൂക്ഷിക്കുക, ട്രാൻസ്പെറൻസിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലേ. നമുക്ക് അതൊന്നുകൂടെ വായിക്കാം. 1 Corinthians 16:3-4 വായിക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ട്രാൻസ്പെറൻസി എന്ന് പറയാൻ എന്താണ്? സുതാര്യത. അപ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത് സാമ്പത്തിക പ്രശ്നം വരുന്ന സഭയെ ഒറ്റപ്പെടുത്തി മറ്റ് സഭകൾ മാറി നിൽക്കുകയല്ല. കർത്താവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യം തന്നല്ല. സഹോദരന്മാരെ സന്തോഷമായിട്ട് സ്തോത്രം ചെയ്ത് പട്ടിണി കിടക്കാമെന്ന് പറയുകയല്ല അവർ ചെയ്തത്. അവരാൽ ആവോളം അവർ കളക്ട് ചെയ്ത് സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഒന്നാമത്തെ പ്രമാണം. രണ്ടാമതായിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആളുകളെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഏൽപ്പിച്ചു. മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത് അത് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളും വരണമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമ്മതമുള്ളവരെ 16:3 ഞാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ എഴുത്തോടുകൂടെ അയക്കും എന്ന് പറഞ്ഞാൽ കൊരിന്തിൽ നില ആളുകളോട് വരണമെന്ന് പറഞ്ഞു. ഇത് കൊടുത്തോന്ന് അറിയണ്ടേ? അല്ലെ ആളുകൾ എന്ത് ചെയ്യും? അവന്മാർ 2-3 ലക്ഷം ഉറുപ്പിക സഭകളിലെല്ലാം കളക്ട് ചെയ്ത് എവിടെ കൊടുത്ത് ആർക്കറിയാം പൊട്ടടിച്ചോ എന്നൊക്കെ പറയും. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വരച്ച സഭയിൽ, ഒരു തദ്ദേശീയ സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിട്ടുവീഴ്ച ആളുകൾ നമ്മളെ പിടിക്കും. അല്ല, ആൾ വെറുതെ ആരോപണം പറയും. പൗലോസ് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നത് എന്താണ്? നിങ്ങളും വരണം, പിന്നെ നല്ല തുക പൈസ കാര്യമായിട്ടുണ്ടെങ്കിൽ ഞാനും പോരാന്നുണ്ട്. ചെറിയ തുകയെന്ന് വന്നാൽ ഞാൻ പോരുകയില്ല. കൊരിന്ത്യരെ കൂടുതൽ കൊടുക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായിരിക്കാം യോഗ്യമായിരിക്കാൻ ഞാനും പോകുവാന്നൊക്കെ വേണം. അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടെ പോരാന്നാണ് പറഞ്ഞു. ഞാനും പോരാന്നാണ് പറയുന്നത് പൗലോസ്. അപ്പോൾ അനേക സഭകളിൽ നിന്നുള്ള കൊടുത്ത സഭകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അത് സോർട്ട് ചെയ്ത് അത് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രമാണം. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായ സഭകളുടെ സഹകരണത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരു സഭയിൽ തന്നെ വിശ്വാസികൾ പരസ്പരം സഹായിക്കുന്നു. ഒരു സഭയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ മറ്റേ സഭ സഹായിക്കുന്നു. മാത്രമല്ല, ഒരു സഭയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ പല സഭകൾ ഒരുമിച്ച് സഹകരിച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചെയ്ത ആളുകൾ പഴി കേൾക്കാനായിട്ട് ഇടവരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മുൻ കണ്ടാണ് അപ്പസ്തലന്മാർ ചെയ്തത്. ആ ഒരു മാതൃകയും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു വേറെ വലിയൊരു മേഖലയാണ്. നമുക്ക് സാമ്പത്തിക മേഖലയിൽ സഹകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഭകൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സഭകൾ തമ്മിൽ സഹകരിക്കുക എന്നുള്ളത് ദൈവവചനത്തിലെ മാതൃകയാണ്. നമ്മളെല്ലാവരും ഒരു നേതാവിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് സഭകൾ ഒരുമിച്ച് സഹകരിച്ചാണ് കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഈ ഭൂമിയിൽ നിൽക്കേണ്ടത്. നമ്മൾ സ്വർഗത്തിൽ പോയി ഒരുമിച്ച് താമസിക്കേണ്ടവരാണ്. ഞാൻ പറഞ്ഞതുപോലെ, എന്നാൽ സഭകൾക്ക് വ്യക്തിത്വം ഉണ്ട് അല്ലേ? സഭകളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭകളുടെ നടുവിൽ കർത്താവ് നിൽക്കുന്നു. കർത്താവിനോടാണ് സഭകളുടെ ബന്ധം. ഇങ്ങനെയല്ല, ഇങ്ങനെയുള്ള ഒരു ഡോട്ടാണ്. ഇങ്ങനെയല്ല ബന്ധം, ഇങ്ങനെയാണ് ബന്ധം. മനസ്സിലായി നിങ്ങൾക്ക്? കർത്താവിനോടാണ്. ഇങ്ങനെയുള്ള ബന്ധത്തിന് ഡോട്ട് ലൈൻ ഇടാൻ പറ്റുള്ളൂ. ശരിക്കുള്ള ലൈൻ ഇടുന്നത് കർത്താവുമായിട്ടാണ് സഭകൾക്ക്. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ബന്ധമുണ്ട്. കർത്താവ് ഇപ്പം നിങ്ങൾ നമ്മുടെ ഒരു സഭ കർത്താവിനെ തള്ളി പറയുകയാണെങ്കിലോ നമുക്ക് അവരുമായിട്ട് നോ, കാരണം നിങ്ങളത് തിരുത്താതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണ് സഭകൾ തമ്മിലുള്ള എന്താ. അപ്പം സഭകളുടെ ദൗത്യത്തിൽ സഹകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഒന്നാമതായിട്ട് കർത്താവ് ഏൽപ്പിച്ച മിഷനാണ്. ആ മിഷന് 2 ഭാഗങ്ങളുണ്ട് നമ്മൾ കണ്ടു. ഒന്ന്, ഈ സുവിശേഷം അറിയത്തില്ലാത്ത ലോകത്തോട് സുവിശേഷം പറയും. അതുപോലെ തന്നെ ഈ വന്ന ആളുകളെ ദൈവവചനം ആഴത്തിൽ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റ് സഭാ കൃപാവരങ്ങളുള്ള സഹോദരന്മാരുടെ കൃപകൾ ഉപയോഗിച്ചെങ്കിൽ സഭ വളരും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ലീഡേഴ്സാണല്ലോ, വിശ്വാസികളുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും അവിടുത്തെ ദൈവവചന പ്രസംഗത്തിൻ്റെ ആനുപാതികമായിരിക്കും. അത് കൂടുതൽ അവരെ വളരില്ല. അപ്പോൾ വളരണമെങ്കിൽ ദൈവവചനം നമ്മൾ ഗൗരവമായിട്ട് പഠിച്ചേ പറ്റൂ. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം അതാണല്ലോ. അപ്പം നമ്മൾ ദൈവവചനം കൂടുതൽ ഗൗരവമായിട്ട് പഠിക്കുകയും അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാത്തവർ ആളുകളെ അനുസരിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. വളർത്തണമെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ വളരുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കൃപയില്ലാത്ത ഒരാൾക്ക് കർത്താവിൻ്റെ കൃപയിൽ ആളുകളെ വളർത്താനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അവർക്ക് കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. ജീവിതങ്ങളെ സ്വാധീനിക്കുകയും അറിവുള്ളവരായിട്ടും അങ്ങനെ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവരെ വളർത്തണമെങ്കിൽ
നമുക്കവരെ ആ ഉത്തരവാദിത്വമാണ് നമ്മളെ ഏൽപ്പിച്ചത്. പൗലോസ് പോലും വേർത്ത് കുളിച്ചിരിക്കുകയാണ് അല്ലേ, നമ്മൾ കൊലോസിലെ കണ്ടതാണ് അല്ലേ, പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നൊക്കെ പറയും. അത് വളരെ അധ്വാനമുള്ളൊരു കാര്യമാണ്. പൗലോസ് സമയം മുഴുവൻ ചിലവഴിച്ച്, മിക്കവാറും സമയം ചിലവഴിച്ച് ഈ വിശ്വാസികളെ ശരിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ശരിയാക്കാൻ വേണ്ടിയാണ്. ആ മേഖല അവഗണിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്കത് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആളുകളെ എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ, ഒരു സഭ തുടങ്ങുമ്പോൾ, പുതിയൊരു സഭ തുടങ്ങുമ്പോൾ അവിടെ അനേക സഭകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ചാണ് അവർ ചെയ്യുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് തന്നെ ഒന്നും പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയല്ല ദൈവം അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമ്മൾ അറിയണം. കർത്താവിൻ്റെ വചനത്തിലെ ബ്ലൂ പ്രിൻ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. പഴയ കൃപാവരമുള്ളവർ അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവരധ്വാനിക്കുന്നു. ചിലർ സുവിശേഷം പറയുന്നു, ചിലർ അവരെ വളർത്തുന്നു, ചിലർ അവരെ ഉത്സാഹിപ്പിക്കുന്നു, അങ്ങനെ ചിലർ കൊടുക്കുന്നു, ചിലർ കൃപ കാണിക്കുന്നു. ഇങ്ങനെയാണ് വിശ്വാസികൾ വളർന്നു വരുന്നത്. അതുപോലെ ചിലർ അപ്പസ്തോലന്മാരായിട്ടും, ചില പ്രവാചകന്മാരായിട്ടും, ചിലർ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരായിട്ടും ഒക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളർന്നു വരാൻ വേണ്ടി. അപ്പോൾ കൃപാവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ശുശ്രൂഷ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരുകയില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഒന്നാമത് നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് സത്യ ഉപദേശം നിലനിർത്തുവാനായിട്ട് ഒരുമിച്ച് പോരാടുന്ന ചരിത്രമാണ് സഭയ്ക്ക് ചരിത്രത്തിലുള്ളത്, ബൈബിളിലുള്ളത്. സുവിശേഷത്തിനെതിരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടായപ്പോൾ സഭകൾ ഒരുമിച്ച് നിൽക്കുകയും അതിലെ ദൈവവചനം നിന്ന് പഠിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉപദേശമായിട്ട് അവർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ അത്യാവശ്യമാണ്. സത്യ ഉപദേശം മനസ്സിലാക്കുകയും അത് പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത്, അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത്, അതിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമതായിട്ട് സഭകൾ സഹകരിച്ച മേഖല സാമ്പത്തിക മേഖലയാണ്. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. പക്ഷേ അവിടെ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ പ്രശ്നം വരും. അതുകൊണ്ട് ഇടപെടരുതെന്നല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വളരെ ദൈവവചനത്തിലെ പ്രമാണങ്ങളനുസരിച്ച് അതിലിടപെടാനായിട്ട് നമുക്ക് കഴിയണം. ഇതുവരെയും നമുക്ക് ഈ സഹകരണത്തിൻ്റെ മേഖലയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നാം വളരെ ഗൗരവമായിട്ട് ആ കാര്യം എടുക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വളരാതെ നമുക്ക് ആളുകളെ വളർത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഡെയിലി സ്പിരിച്വൽ ലൈഫ് കൂടെ നമ്മളൊന്ന് വിലയിരുത്തുകയും, കർത്താവിന് കഴിയുന്നില്ല, എനിക്ക് വളരെ പരാജയമുണ്ടെന്നുള്ള ആരും മുട്ടുമടക്കി സംഭവിച്ചതിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് മറ്റു സാധാരണ വിശ്വാസികളെ സഹായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ സഹായിക്കും. കാരണം നമുക്കറിയാമല്ലോ, അപ്പസ്തോലന്മാരുടെ കൊട്ട നിറഞ്ഞിരുന്ന അല്ലേ, കൊട്ട നിറച്ച അപ്പം ഉണ്ടെങ്കിൽ വന്നവർക്ക് ഓരോ അപ്പം കൊടുക്കാൻ പറ്റുള്ളൂ. വന്നവർക്ക് ഓരോ അപ്പം കൊടുത്താൽ മതി. അപ്പസ്തോലന്മാരുടെ കൊട്ട എപ്പോഴെങ്ങനെ ഇരിക്കണം? നിറഞ്ഞിരിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ എന്ന് ചോദിച്ചാൽ കൊട്ട നിറച്ചു കൊടുക്കും. നിങ്ങൾ ദൈവവചനം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്, വിശ്വാസികളെ വളർത്താൻ ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ നിങ്ങൾ കർത്താവിനോടൊക്കെ ചിലപ്പോൾ ചോദിക്കാത്തതുകൊണ്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് ദൈവവചനം മനസ്സിലാകുന്നില്ല, കർത്താവിനെ സഹായിക്കണം, പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഉപദേശിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെ പ്രബോധിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഏത് മേഖല, സുവിശേഷം പറയുന്ന മേഖലയിലോ ആത്മാക്കളെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കൃപാവരമുള്ളത് സുവിശേഷകൻ്റെ മേഖലയിലാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ആത്മാക്കളെ കിട്ടും. അപ്പം നമ്മുടെ കൊട്ട കർത്താവ് നിറയ്ക്കും. ഏറ്റവും അവരെക്കാട്ടിലും പെട്ടെന്ന് മറ്റു വിശ്വാസികളെക്കാട്ടിലും കൂടുതൽ നമുക്കാണ് അതിനുള്ള സാധ്യത. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ആരോട് സംസാരിച്ചത്? വിശ്വാസികളോടല്ല, സഭയിലെ ദൂതനല്ല, എന്താ പറയുക, സഭയിലെ ലീഡേഴ്സിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ദൂതൻ എന്ന് പറയാൻ ലീഡറായിട്ട് നമുക്ക് എടുത്താൽ ലീഡേഴ്സിനെ കർത്താവ് അവരോട് സംവദിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മൾ കൃപ പ്രാപിച്ചിട്ട് നമ്മൾ ആ കൃപയുള്ളവരായി തീരുകയും കൃപ കൊടുക്കുകയും ചെയ്യുന്നവർ, ഡിസ്പെൻസ് ചെയ്യുകയും ചെയ്യുന്നവരായിട്ട് തീരണം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.